الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد سورة العنكبوت 40-41 വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്തതായി പാരായണം ചെയ്യാനുള്ളത്. ഈ രണ്ട് വചനങ്ങളിലെ പ്രധാനപ്പെട്ട ചില തജ്വീദ് നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. فَكُلًّا أَخَذْنَا بِذَنبِهِ أعوذ بالله من الشيطان الرجيم فَكُلًّا أَخَذْنَا ഫകുല്ലൻ എല്ലാ ഹർഫുകളും ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. അതിനുശേഷം ലാമിൻ്റെ തൻവീനിന് ശേഷം ഹംസ വന്നു, അതുകൊണ്ട് ഇദ്ഹാർ ചെയ്ത് ഉച്ചരിക്കണം. ഫകുല്ലൻ അഖദ്ന അഥവാ തൻവീന് വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. ഫകുല്ലൻ അഖദ്ന 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 എന്ന് പറയുമ്പോൾ ഖാ ഇസ്തിഅലാഇൻ്റെ അഥവാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. അപ്പം അഖദ്ന ബിദംബിഹി അഖദ്ന ഖാ മാത്രമാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫ്, ബാക്കിയൊക്കെ ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. അഖദ്ന ബിദംബിഹി ബിദംബിഹി എന്ന് പറയുമ്പോൾ സാക്കിനായ നൂനിന് ശേഷം ബാ വന്നു, അതുകൊണ്ട് ഇഖ്ലാബ് ചെയ്ത് അഥവാ സാക്കിനായ നൂനിനെ മീമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. ബിദംബി സാക്കിനായ നൂനിനെ മീമാക്കി അതിനെ മണിക്കണം. ബിദംബി ഫകുല്ലൻ അഖദ്നാ ബിദംബി ബിദംബി എന്ന ആ വാക്ക് കൂട്ടി ഓതുകയാണെങ്കിൽ, അടുത്ത വാചകം ഫമിൻഹും എന്നതുമായി കൂട്ടി ഓതുകയാണെങ്കിൽ ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും ആ സിലത്തിൻ്റെ മദ്ദുസില കൂട്ടിക്കൊണ്ട് പാരായണം ചെയ്യണം. ബിദംബിഹി ഫമിൻഹും. എന്നാൽ അവിടെ നിർത്തുകയാണെങ്കിൽ ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ബിദംബിഹി ആമൽ നിർത്തണം. എന്നാൽ കൂട്ടി ഒതുകയാണെങ്കിൽ ബിദംബിഹി ഫമിൻഹും ഫമിൻഹും മൻ അർസൽനാ ഫമിൻഹും മൻ ഫമിൻഹും മൻ മീമിന് സാക്കിനായ മീമിന് ശേഷം മീം വന്നു, അഥവാ ആ സാക്കിനായ മീമിനെ നമ്മൾ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ പൂർണ്ണമായി ലയിപ്പിച്ച് മണിച്ചുച്ചരിക്കണം. അതോ ഒറ്റ മീമാക്കിക്കൊണ്ട് അതിനെ മണിച്ചുച്ചരിക്കണം. ഫമിൻഹും മൻ അർസൽന. അടുത്തത് മൻ അർസൽന സാക്കിനായ നൂനിന് ശേഷം ഹംസ, അപ്പോൾ ഇദ്ഹാർ അഥവാ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കുക. സാക്കിനായ നൂനിനെ പൂർണ്ണമായും വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. മൻ അർസൽന ഫമിൻഹും മൻ അർസൽന. റാ ഒഴിച്ച് ബാക്കിയെല്ലാം ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. റാ തഫ്ഖീമിൻ്റെ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അർസൽന ഫമിൻഹും മൻ അർസൽന فمنهم من أرسلنا عليه حاصبا എന്ന് പറയുമ്പം സ്വാദ് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, എന്നാൽ കസ്റാണ് സ്വാദിനുള്ളത്. അഥവാ ഇസ്തിഅലാഇൻ്റെ ഏറ്റവും താഴ്ന്ന മർത്തബയാണ്. ഹാസിബ ഏറ്റവും കുറഞ്ഞ ഇസ്തിഅലാ നൽകേണ്ട അവസ്ഥയാണ് തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾക്ക് കസ്ർ വന്നാൽ. ഹാസിബ
فمنهم من أرسلنا عليه حاصبا ومنهم എന്ന് പറയുമ്പോൾ തൻവീന് ശേഷം വാവ് അഥവാ ഇദ്ഗാം ബിഗുന്ന, തൻവീനിന് ശേഷം വാവ് വന്നാൽ മണിച്ചുകൊണ്ട് ആ തൻവീനിനെ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക. അഥവാ ഹാസിബൻ ومنهم من أخذته ومنهم من നേരത്തെ പറഞ്ഞതേ നിയമം. അഥവാ മീമിനെ ഒറ്റ മീമാക്കിക്കൊണ്ട് ഇദ്ഗാം ചെയ്ത് മണിച്ചുച്ചരിക്കുക. ومنهم من أخذته എന്ന സ്ഥലത്ത് ഇദ്ഹാർ സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നു. അപ്പോൾ വെളിവാക്കി സാക്കിനായ നൂനിനെ പൂർണ്ണമായും വെളിവാക്കി ഉച്ചരിക്കുക. മൻ അഖദത്ഹു ഖാ ഇസ്തിഅലാന്റെ ഹർഫാണ്. എന്നാൽ ബാക്കിയുള്ളതൊക്കെ ഇസ്തിഫാലത്തിന്റെ ഹർഫുകൾ. അപ്പോൾ ഖാ മാത്രം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. അഖദത്ഹു. അതുപോലെ തന്നെ താഇന് സുക്കൂന്, സുക്കൂന് വന്നാൽ ഹംസ് ഉച്ചരിക്കണം. അഖദത്ഹു ഹംസില്ലാത്ത തെറ്റായ രൂപം അഖദത്ഹു അഥവാ എന്നുള്ള ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, ഹംസ് തീരെ കേൾക്കാത്ത അവസ്ഥ ഉണ്ടാകരുത്. അഖദത്ഹു അങ്ങനെ ഹംസ് കേൾക്കാത്ത രൂപത്തിലാകരുത്. അഖദത്ഹു أخذته الصيحة ومنهم من أخذته الصيحة ومنهم الصيحة എന്ന് പറയുന്നിടത്ത് സ്വാദ് തഫ്ഖീം ചെയ്തുകൊണ്ട് أخذته الصيحة من أخذته الصيحة ومنهم من خسفنا നേരത്തെ 2 പ്രാവശ്യം വന്ന അതേ നിയമം മീമിനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുച്ചരിക്കുക. ومنهم من خسفنا എന്നിടത്ത് നൂന് സാക്കിനായ നൂനിന് ശേഷം ഖാ വന്നു. അപ്പോൾ ഇദ്ഹാർ ചെയ്ത് സാക്കിനായ നൂനിനെ പൂർണ്ണമായും വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. മൻ ഖസഫ്നാ ബിഹിൽ അർദ. ളാദ് തഫ്ഖീമിന്റെ അക്ഷരമാണ്. അതുപോലെ തന്നെ ളാദിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക. അർള ലാമായി പോകരുത്. ളാദ് ശരിയായി തന്നെ ഉച്ചരിക്കുക. മൻ ഖസഫ്നാ ബിഹിൽ അർദ വമിൻഹും മൻ അഗ്റഖ്നാ. വമിൻഹും മൻ നേരത്തെ വന്ന അതേ നിയമം സാക്കിനായ മീമിന് ശേഷം മീമ് വന്നു. മീമിനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുച്ചരിക്കുക. അതിനുശേഷമുള്ള നൂന് സാക്കിനായ നൂനിന് ശേഷം ഹംസ വന്നു. ഇദ്ഹാർ ചെയ്ത് പൂർണ്ണമായി വെളിവാക്കിക്കൊണ്ട് വമിൻഹും മൻ അഗ്റഖ്നാ. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്. അതോടൊപ്പം തന്നെ ഖാഫിന് സുക്കൂന് വന്നാൽ ഖൽഖല എന്ന സിഫത്ത് കൂടി ഉണ്ടാകും. അഥവാ അഗ്റഖ്നാ വമിൻഹും മൻ അഗ്റഖ്നാ وما كان الله وما كان എല്ലാം ഇസ്തിഫാലത്തിന്റെ ഹർഫുകളാണ്. അലിഫും ഇസ്തിഫാല ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. وما كان ഇസ്തിഅലാ ആയി പോകരുത്. وما كان ഇസ്തിഫാലത്ത് ചെയ്തുകൊണ്ട് وما كان الله. അല്ലാഹു എന്ന ലഫ്ദുൽ ജലാല, അല്ലാഹു എന്ന ലഫ്ദുൽ ജലാലയുടെ ലാമ് തഫ്ഖീം ചെയ്തുകൊണ്ട് ആണ് ഉച്ചരിക്കേണ്ടത്. അല്ലാഹു
وما كان الله ليظلمهم ولكن എല്ലാം ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. അതിനുശേഷം സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. അപ്പം ഇഖ്ഫാ ചെയ്തുകൊണ്ട്, അഥവാ കാഫ് നൂനിനെ പൂർണ്ണമായി വെളിവാക്കാതെ എന്നാൽ മണിച്ചുകൊണ്ട് വലാകിൻ കാനൂ അൻഫുസഹും അവിടെ മദ് മുൻഫസിലാണ്. നൂനിന് ശേഷം മദ്ദിൻ്റെ വാവ്, അതിന് ശേഷം അടുത്ത പദത്തിലാണ് ഹംസ വരുന്നത്. അതുകൊണ്ട് മദ് മുൻഫസിലാണ്. രണ്ട് പദത്തിലായി മദ്ദും ഹംസയും വരുമ്പോഴാണ് മദ് മുൻഫസിൽ. അവിടെ 4 ഹർക്കത്തിൻ്റെ അളവിലോ അതല്ലെങ്കിൽ ചുരുക്കിക്കൊണ്ട് 2 ഹർക്കത്തിൻ്റെ അളവിലോ നീട്ടാവുന്നതാണ്. കാനൂ അൻഫുസഹും സാക്കിനായ നൂനിന് ശേഷം ഫാ വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ നിയമം, നൂനിനെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് പൂർണ്ണമായി വെളിവാക്കാതെ എന്നാൽ മണിച്ച് ഉച്ചരിക്കുക. അൻഫുസഹും യദ്ലിമൂൻ. അൻഫുസഹും സാക്കിനായ മീമിന് ശേഷം യാ വന്നു. സാക്കിനായ മീമിന് ശേഷം ബാവും മീമും ഒഴിച്ച് ബാക്കി ഏത് അക്ഷരം വന്നാലും ഇദ്ഹാറാണ് ചെയ്യേണ്ടത്, അഥവാ മീമിനെ പൂർണ്ണമായി വെളിവാക്കി ഉച്ചരിക്കുക. അൻഫുസഹും യദ്ലിമൂൻ. അടുത്ത ആയത്ത് മസലുല്ലദീന എല്ലാം ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്, അവിടെ ഖാ ഇസ്തിഅലാഇൻ്റെ ഹർഫ്, ബാക്കിയെല്ലാം ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. ഖാ തഫ്ഖീം ചെയ്തുകൊണ്ട് മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹ്. മിൻ ദൂനി, അവിടെ സാക്കിനായ നൂനിന് ശേഷം ദാല്, അപ്പോൾ ഇഖ്ഫാ അഥവാ നൂനിനെ പൂർണ്ണമായി വെളിവാക്കാതെ മണിച്ചുകൊണ്ട് മിൻ ദൂനില്ലാഹി. ലഫ്ദുൽ ജലാല അഥവാ അള്ളാഹു എന്ന ഇസ്മ്, അതിന് മുമ്പ് കെസ്ർ വന്നാൽ നമ്മൾ ലഫ്ദുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്യില്ല, തർക്കീഖ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉച്ചരിക്കുക. എന്നാൽ അതിനു മുമ്പ് ദമ്മോ ഫത്ഹോ വന്നാൽ അതിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് അള്ളാഹു എന്ന് ഉച്ചരിക്കും. ഈ പദത്തിൽ തൊട്ട മുമ്പ് കെസ്റാണ്, മിൻ ദൂനില്ലാഹി. അപ്പം മിൻ ദൂനില്ലാഹ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് മുമ്പ് കെസ്ർ വന്നതുകൊണ്ട് തർക്കീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ലാഹി ഔലിയാ എന്ന പദത്തിൽ മദ് മുത്തസിലാണ്, അഥവാ ഒറ്റ പദത്തിലാണ് മദ്ദും അതിനുശേഷമുള്ള ഹംസയും ഒരേ പദത്തിൽ വന്നാൽ മദ് മുത്തസിൽ വാജിബ്, അഥവാ 4 ഹർക്കത്ത് മാത്രമേ ഉച്ചരിക്കാൻ പറ്റുള്ളൂ. ഖസ്റാക്കി 2 ഹർക്കത്തിൽ ചുരുക്കി നീട്ട് പറയാവുന്നതല്ല. ഔലിയാ മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത്. കമസലി എല്ലാം ഇസ്തിഫാലത്തിൻ്റെ ഹർഫുകളാണ്. അൽ അൻകബൂതി, അൻക അവിടെ സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. അപ്പോൾ ഇഖ്ഫാ ചെയ്തുകൊണ്ട് നൂനിനെ പൂർണ്ണമായി വെളിവാക്കാതെ മണിച്ചുകൊണ്ട് അൻകബൂതി ഇത്തഖദത്. അവിടെ എല്ലാ ഹർഫുകളും ഇസ്തിഫാലത്തിൻ്റെ ഹർഫാണ്, എന്നാൽ ഖ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. അതിനെ തഫ്ഖീം ചെയ്തുകൊണ്ട്
اتخذت كمثل العنكبوت اتخذت بيتا اتخذت بيتا നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ആയത്തിൽ മൻ അഖദത് ഹുസ്സൈഹ എന്ന് പറഞ്ഞ അതേ നിയമം ഇവിടെയും ബാധകമാണ്. അഥവാ തായി സാക്കിനായി വന്നു. അപ്പോൾ തായിൻ്റെ ഹംസ് ക്ലിയർ ആകണം. اتخذت بيتا كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت اتخذت بيتا وإن അവിടെ ബൈത്ത എന്ന് നിർത്തുകയാണെങ്കിൽ അലിഫുമലും, എന്നാൽ അടുത്ത വാവുമായി കൂട്ടി ഓതുകയാണെങ്കിൽ ബൈതൻ വ എന്ന് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ചുച്ചരിക്കുക. ബൈതൻ വ എന്നാൽ ബൈത്ത എന്ന് നിർത്തുകയാണെങ്കിൽ അലിഫുമൽ നിർത്തുകയും ചെയ്യുക. വ ഇന്ന എന്നിടത്ത് നൂന് മുഷദ്ദദ, നൂനിന് ഷദ് വന്നു. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വ ഇന്ന ഔഹനൽ ബുയൂതി, എല്ലാം ഇസ്തിഫാലത്തിന്റെ ഹർഫുകളാണ്. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്. അൽ അൻകബൂത്ത് എന്നിടത്ത് മുമ്പ് വന്ന അതേ നിയമം അഥവാ ഇഖ്ഫാ, നൂനിനെ പൂർണ്ണമായി ഒളിവാക്കാതെ മണിച്ചുച്ചരിക്കുക. അൽ അൻകബൂത്ത് ലൗ കാനൂ യഅലമൂൻ. ലൗ കാനൂ എല്ലാം ഇസ്തിഫാലത്തിന്റെ ഹർഫുകളാണ്. ലൗ ക എന്ന അലിഫിനും ഇസ്തിഫാലത്താണ്. തഫ്ഖീം ചെയ്ത് കോനു എന്നും ഉച്ചരിക്കരുത്. ലൗ കാനൂ യഅലമൂൻ. ഐന് സാക്കിനായി വന്നു. ഐനിന്റെ സിഫത്താണ് തവസ്സുത്ത് എന്ന് പറയുന്നത്. അഥവാ ഷിദ്ദത്ത് ആയിക്കൊണ്ട് യഅലമൂൻ എന്ന് ശബ്ദം മുറിയുന്ന രൂപത്തിൽ ഷിദ്ദത്ത് ആക്കിക്കൊണ്ട് ഉച്ചരിക്കരുത്. എന്നാൽ പൂർണ്ണമായ റഖാവത്തിൽ ഉച്ചരിക്കുകയും ചെയ്യരുത്. യഅലമൂൻ എന്നോ യഅലമൂൻ എന്ന് ഉച്ചരിക്കരുത്. അതിന് രണ്ടിനും ഇടയിലുള്ള തവസ്സുത്ത് എന്ന സിഫത്താണ് ഐനിനുള്ളത്. യഅലമൂൻ എന്നുമാകരുത്, എന്നാൽ യഅലമൂൻ എന്ന് പൂർണ്ണമായി റഖാവത്തുമാകരുത്. യഅലമൂൻ ലൗ കാനൂ യഅലമൂൻ. ബാറക്കല്ലാഹു ഫീക്കും. فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون.